ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിങ്ങനെ ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. 4/6/2024 അന്നായിരുന്നു കേട്ടോ ആമിക്കുട്ടി എന്ന ഞങ്ങളുടെ മോള് ജനിച്ച ദിവസം. അന്നേ ദിവസം അവളുടെ ജനനം മാത്രമായിരുന്നില്ല, എന്നിലൊരു മാതൃത്വത്തിൻ്റെ ഉടലെടുപ്പ് കൂടെ ആയിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തിനാ ഞാനിപ്പോൾ ഇത് ഇവിടെ വന്ന് പറയുന്നതെന്നല്ലേ? പറഞ്ഞുതരാം, കാര്യമുണ്ട്. എന്നിൽ ഉടലെടുത്തിട്ടുള്ള ആ ഒരു മാതൃത്വം എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ പക്വതയില്ലാത്തൊരു അമ്മയാവാനാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഈ ഓരോ സാധനങ്ങൾ വലിച്ചിടുന്ന സമയത്തും അതുപോലെ പരത്തിയിടുന്ന സമയത്തൊക്കെ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് അത് പിടിച്ചു വാങ്ങിയിട്ട് എടുത്തു വെക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വല്ലാതെ കരയുമായിരുന്നു. ആ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് ഫോണിൽ ഒരു കാർട്ടൂണും വെച്ച് കൊടുക്കായിരുന്നു. ഇന്ന് അവൾക്ക് 2 വയസ്സാവാറായിട്ടോ. അവൾ വളരുന്നതിൻ്റെ ഒപ്പം തന്നെ എന്നിലെ അമ്മയുടെ പക്വതയും കൂടെ വളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓരോ സാധനങ്ങൾ അവൾ വലിച്ചിടുന്ന സമയത്തും അത് ഞാൻ കണ്ടില്ല എന്നടിക്കാറുണ്ട്. കുറച്ച് സമയം അവൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. നമ്മൾ എന്ത് തന്നെ എടുത്ത് വെക്കുകയെന്ന് വെച്ചാലും ഇപ്പം കണ്ടില്ലേ അവളുടെ ഒരു കയ്യൊപ്പം എപ്പോഴും ഉണ്ടാവും കേട്ടോ. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീട് ഞാനത് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്കായി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അതെനിക്ക് ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളായിരുന്നു കേട്ടോ. നമ്മളെ അമ്മമാരും ഇങ്ങനെ ആവില്ലേ നമ്മളെ നോക്കിയിട്ടുണ്ടാവുക. അവർക്കിപ്പോൾ ഈ കിട്ടുന്ന സുഖവും ഇതൊന്നും പണ്ടുണ്ടായിട്ടുണ്ടാവില്ലല്ലോ. നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണല്ലേ, നമുക്കിപ്പോൾ എല്ലാത്തിനും സൗകര്യമുണ്ട്. പക്ഷെ നമ്മുടെ അമ്മമാർ നമ്മളെ നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സുഖവും സന്തോഷമാണല്ലേ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മളൊരു അമ്മയാവുമ്പോഴാണ് നമ്മുടെ അമ്മമാർ നമ്മളെ എങ്ങനെയാണ് നോക്കിയെന്നും എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാവുക. അപ്പോൾ കുറച്ച് ലേറ്റായി എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ ഞാൻ നേരുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് സമയം മാത്രമേ ടോമിക്കുട്ടി ഒരു സാധനത്തിൻ്റെ മുകളിൽ കളിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ അത് വേണ്ട. അങ്ങനെ ഞാനതെല്ലാം വൃത്തിയാക്കി വെച്ചു. 1-2 സ്ഥലത്ത് കൂടെ പോകാണ്ട്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.